ഞാൻ TC താഹ, മുൻ മുനിസിപ്പൽ കൗൺസിലറാണ്. കോൺഗ്രസിൻ്റെ കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ്, സേവാദൾ ബ്ലോക്ക് ചെയർമാൻ, യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തുടങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ നിസ്സീമമായ പ്രവർത്തനം നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇളയ കോൺഗ്രസ് പ്രവർത്തകനാണ്. കോൺഗ്രസ് പ്രവർത്തകനായി തുടരുന്ന എന്നെ പാർട്ടിയിൽ നിന്നും ചില കോക്കസുകൾ, കണ്ണൂർ ജില്ലാ നേതൃത്വത്തിൻ്റെ ചില കോക്കസുകൾ പാർട്ടിയിൽ നിന്ന് അകറ്റി മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ചവരും റിബലായി മത്സരിച്ചവരൊക്കെ ഇന്ന് പാർട്ടിക്കകത്തുണ്ട്. ഈ കോക്കസുകൾക്ക് ഇഷ്ടമുള്ളവരെയും അതുപോലെ തന്നെ അവരെ ഇംഗിതത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമാണ് ഇന്ന് കോൺഗ്രസിന് അകത്തേക്ക് നിർത്തുന്നത്. ഇവിടെ നമുക്കറിയാം, കണ്ണൂർ കോർപ്പറേഷനിൽ നിരന്തരം അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമായ ഒരു കൗൺസിൽ, ഇതിനകത്ത് കോൺഗ്രസ് കൗൺസിൽ പാർട്ടികളാണ് ഇവിടെ ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളത്. പടന്നപ്പാലത്തെ മാലിന്യ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ വൻ അഴിമതി, ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യുന്ന അവരെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇവിടെ എനിക്ക് വിളിച്ചു ചേർക്കേണ്ടി വന്നത്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പടന്നപ്പാലത്തെ മാലിന്യ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് മാലിന്യം പടന്നത്തോടിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യം. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കോടികൾ ചെലവഴിച്ചുണ്ടാക്കിയിട്ട് അത് ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ആക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഉദ്ഘാടനം വളരെ ഗംഭീരമായി നടത്തുകയും എന്നാൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇതിനകത്ത് പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. 1 കോടി രൂപ ചെലവഴിച്ച് ഒരു ടാങ്കർ ലോറി വാങ്ങിക്കൊണ്ട് ആ ടാങ്കർ ലോറിയിൽ ഇവിടുത്തെ കണ്ണൂരിലെ ഫ്ലാറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ വൻകിട ഹോട്ടലുകളിൽ നിന്നൊക്കെ മാലിന്യം ശേഖരിച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ അകത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് പടന്നത്തോടിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ് ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്നത്. അവരോട് 10,000 രൂപ ഫീസ് ഇനത്തിൽ പോലും വാങ്ങി ആണ് ഇതുപോലുള്ള ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നടത്തുന്നത്. അപ്പോൾ അഴിമതിയുടെ കാര്യത്തിൽ കോർപ്പറേഷൻ ഭരണകർത്താക്കൾ നടത്തിവരുന്ന ഇതൊക്കെ മൂടിവെക്കുന്നതിന് വേണ്ടി ഇതിന് ആർജവമായി സംസാരിക്കുന്ന ആളുകളൊക്കെ അകറ്റി നിർത്തുക എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു റോളുമില്ല, അവരെ കൺട്രോളും ഇല്ലാതെ ഉള്ള ഈ പറയുന്ന അഴിമതിക്കാരുടെ വലയിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. അഴിമതി രഹിത ഒരു കോർപ്പറേഷൻ, അഴിമതിക്കെതിരെ പൊരുതുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ അതിനെ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുവാനും നിങ്ങൾക്കറിയാലോ, ഈ ചേലോറ ട്രെഞ്ചിങ് റോഡിനകത്ത് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ പണ്ട് കാലങ്ങളിൽ മുതൽ ഡംപ് ചെയ്തിട്ടുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഒരു വലിയൊരു ടെൻഡർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രവൃത്തിയിൽ തന്നെ കോർപ്പറേഷൻ 80 ലക്ഷത്തോളം രൂപ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു സർക്കാർ ഏജൻസികളോ അല്ലെങ്കിൽ അതുപോലെ വൻകിട ഉത്തരവാദിത്വത്തോട് ചെയ്യുന്ന ഏജൻസികൾക്ക് മാത്രമാണ് അഡ്വാൻസ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളത്. എന്നാൽ
കോടിക്കണക്കിന് രൂപ അഡ്വാൻസ് കൊടുക്കുകയും ടെൻഡറിൽ നിന്നും കൂടുതൽ വിളിച്ച തുകയിൽ നിന്നും കൂടുതൽ തുക അനുവദിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് 80 ലക്ഷം രൂപ കോർപ്പറേഷൻ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുതായി തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന മൈതാനപ്പള്ളിയിൽ, കണ്ണൂർ സിറ്റി മൈതാനപ്പള്ളിയിൽ ഉണ്ടായിരുന്ന മാലിന്യ പ്ലാന്റ് ടെൻഡറുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടാകുകയും അതിനകത്ത് വൻ അഴിമതിയുണ്ട് എന്ന് കണ്ടെത്തുകയും അതിൻ്റെ കരാർ റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഈ ഭരണകർത്താക്കൾ സ്വന്തം കീശ വീർപ്പിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ്, ഇത്തരം പദ്ധതികളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയാണ് നമ്മുടെയൊക്കെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ ഒരുപാട് പദ്ധതികൾ ഇവിടെ നടപ്പാക്കാൻ വേണ്ടി പത്രങ്ങളിലൊക്കെ കൊടുക്കുകയും ഇതൊക്കെ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും പൂർത്തീകരിക്കാതെ ലക്ഷക്കണക്കിന് രൂപ കോർപ്പറേഷൻ നഷ്ടം വരുത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത വിധത്തിലുള്ള പല സംഭവങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കാർ പാർക്കിംഗ്, ഏകദേശം കോടികൾ ചെലവഴിച്ചാണ് പാർക്കിംഗ്. ഒരു വാഹനം പോലും അവിടെ ഇന്ന് പാർക്ക് ചെയ്യാൻ ഉള്ള സാഹചര്യമില്ല. സ്റ്റേറ്റ് ബാങ്ക് പരിസരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതവിടെ ഉദ്ഘാടനം കഴിഞ്ഞു എന്നല്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. പ്രവർത്തന സജ്ജമല്ലാത്ത കാർ പാർക്കിങ്ങുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ കണ്ണൂർ നഗരസഭയായിരുന്ന ആ നഗരസഭയും സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകൾ പള്ളിക്കുന്ന്, പുഴാതി, ചേലോറ, എടക്കാട്, എളയാവൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടത്. കണ്ണൂർ കോർപ്പറേഷനിൽ നഗരത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ചേലോറ പോലെയുള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ ഗ്രാമീണരായി നിൽക്കുന്ന ആളുകളും കണ്ണൂർ നഗരത്തിൽ താമസിക്കുന്ന ആളുകളുമൊക്കെ കെട്ടിട നികുതിയും അതുപോലെ തന്നെ തൊഴിൽ നികുതിയൊക്കെ കൊടുക്കുന്നത് ഒരേ ഇതാണ്. ഗ്രാമത്തിൽ നേരത്തെ ഗ്രാമപഞ്ചായത്തിൽ 4 രൂപ ടാക്സ് ഉണ്ടായിരുന്നത്, കെട്ടിട നികുതി ഉണ്ടായിരുന്നത്, ഇപ്പോൾ 12 രൂപയാണ് കൊടുക്കുന്നത്. എന്നാൽ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കിട്ടാത്ത ഒരു സാഹചര്യമാണ്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒന്നും ചെയ്തു കൊടുക്കാത്ത ഒരു ഭരണകർത്താക്കളാണ് കോർപ്പറേഷനിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്നത് ഗ്രാമീണ വഴികളാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കണ്ണൂർ നഗരത്തിൽ ധാരാളം വെച്ച് പിടിപ്പിക്കുമ്പോൾ ചെറിയ ഇടവഴികളിൽ പോലും ലൈറ്റുകളൊക്കെ പിടിപ്പിക്കുമ്പോൾ ഗ്രാമവാസികളായ ആളുകൾക്ക് ആ പ്രദേശത്ത് കൂരിരുട്ടിലൂടെ നടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഭരണസമിതിയായിരുന്നു ഈ കാലം അത്രയും കോർപ്പറേഷൻ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഉള്ളവർക്കും നഗരത്തിൻ്റെ എല്ലാ ടാക്സുകളും അതുപോലെ തന്നെ മറ്റ് ഇതൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് ഒന്നും തന്നെ തിരിച്ച് ലഭിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ സംജാതമായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എതിരെയായിട്ടാണ് നമ്മുടെ പ്രവർത്തനം. നമുക്കറിയാം, കണ്ണൂരിലെ ഒട്ടുമിക്ക ആളുകളുടെയും ശവസംസ്കാരം നടക്കുന്നത് പയ്യാമ്പലത്താണ്. ആ പയ്യാമ്പലത്തിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ശവദാഹത്തിന് പോലും കമ്മീഷൻ പറ്റുന്ന ഒരു കോർപ്പറേഷൻ ഭരണാധികാരികളാണ് ഇവിടെയുള്ളത്. അവിടെ മൃതദേഹം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിറകുകൾ വാങ്ങിക്കുന്നതിൽ വൻ അഴിമതി. അവിടെ അത് കരാറെടുത്ത ആളുടെ ഡയറിയിൽ നിന്ന് പോലും
ഈ പറയുന്ന അദ്ദേഹം കൈക്കൂലിയായി കൊടുത്ത കണക്കുകൾ പോലും പുറത്ത് എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ ശവത്തിൽ പോലും കമ്മീഷൻ വാങ്ങിക്കുന്ന ഒരു ഭരണകൂടത്തെ ഇവിടെ നിന്ന് കണ്ണൂർ കോർപ്പറേഷനിൽ നിന്ന് മാറ്റുന്നതിൻ്റെ ഒരു പോരാട്ടത്തിലാണ് ഞാൻ കണ്ണൂർ കോർപ്പറേഷനിലെ 19ാം ഡിവിഷനിലെ പള്ളിപ്പൊയിൽ എന്ന് പറയുന്ന ഡിവിഷനിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.